കത്രീന, നിസർഗ, അസാനി, ഓക്കി. ഈ പേരുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മനുഷ്യൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയോ വിചിത്രമായ വസ്തുക്കളെയോ അല്ല, മറിച്ച് ഭൂമിയെ വിറപ്പിച്ച, കടലിനെ ഇളക്കി മറിച്ച ചുഴലിക്കാറ്റിനെയാണ്. ഇപ്പോൾ ഇന്ത്യ മോന്ത എന്ന ചുഴലിക്കാറ്റിൽ എത്തി നിൽക്കുന്നു. ദുരന്തം വിതയ്ക്കുന്ന ഈ പ്രകൃതി പ്രതിഭാസത്തിന് എന്തുകൊണ്ടാണ് മനുഷ്യൻ പേരിടുന്നത്? ഈ പേരുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഈ പേരിടൽ കർമ്മം നടത്തുന്നത്? നമുക്ക് അടുത്തറിയാം. ചുഴലിക്കാറ്റുകൾക്ക് എന്തിനാണ് പേരിടുന്നത്? ഒരേ സമയം ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇവ തമ്മിൽ മാറിപ്പോകുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോഴും മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. സാങ്കേതികമായ അക്ഷാംശ രേഖാംശ സംഖ്യകളെക്കാൾ എളുപ്പത്തിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഓർമ്മിപ്പിക്കാനും പ്രവചനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും പേരുകൾ സഹായിക്കുന്നു. കൃത്യമായ പേര് നൽകുമ്പോൾ ഓരോ ചുഴലിക്കാറ്റിന്റെയും തീവ്രതയും സഞ്ചാരപാതയും വേർതിരിച്ച് മനസ്സിലാക്കി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാം. ഈ പേരിടൽ ചടങ്ങ് നടത്തുന്നതിന് ഒരു അന്താരാഷ്ട്ര സംവിധാനം തന്നെ നിലവിലുണ്ട്. ലോക കാലാവസ്ഥാ സംഘടന, അതായത് WMO, UN-ന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദി പസഫിക്, അതായത് ESCAP ആണ് ഇതിന്റെ നേതൃത്വം. ലോകത്തെ വിവിധ സമുദ്ര മേഖലകളെ അടിസ്ഥാനമാക്കി 6 റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെന്ററുകൾ, അതായത് RSMC, 5 ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് സെന്ററുകളും TCWC പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾ, ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള ചുമതല ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ, അതായത് IMD-യുടെ ഇപ്പോഴുള്ള RSMC-ക്കാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മാലദ്വീപ്, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാന്റ്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, കൊറിയ, യമൻ തുടങ്ങിയ 13 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പാനലാണ് ഈ പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഈ 13 രാജ്യങ്ങളും നൽകിയ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ ഒരു പട്ടികയായി തയ്യാറാക്കുകയും അതിൽ നിന്ന് ഓരോ രാജ്യത്തിന്റെയും ഊഴമനുസരിച്ച് രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഏറ്റവും ഒടുവിൽ വന്ന മോൻ ത എന്ന പേര് നൽകിയത് തായ്ലൻഡാണ്. അർത്ഥം വരുന്നത് സുഗന്ധമുള്ള പൂവ് എന്നാണ്. അടുത്ത ചുഴലിക്കാറ്റിന്റെ പേര് നൽകാനുള്ള ഊഴം UAE-ക്കാണ്. കാറ്റ് വീശുമ്പോൾ തന്നെ പേര് റെഡിയാണ്. അങ്ങനെ വെറുതെ ഒരു പേരിടാനും പറ്റില്ല. പേരിടുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിഷ്പക്ഷമായിരിക്കണം, അതായത് ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ വികാരങ്ങളെയോ മതവിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തരുത്. ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും ഹ്രസ്വവുമായിരിക്കണം. പരമാവധി 8 അക്ഷരം മാത്രമേ പേരിനുണ്ടാവാൻ പാടുള്ളൂ. പേരുകൾക്ക് ആവർത്തനം പാടില്ല. ഇനിയൊരു ചുഴലിക്കാറ്റ് വരുമ്പോൾ ഇട്ട പേരുകളായിരിക്കരുത് തുടങ്ങിയവയാണ് മാനദണ്ഡങ്ങൾ. ഇനിയൊരു ചുഴലിക്കാറ്റ് വീശിയടിക്കുമ്പോൾ അതിന്റെ പേര് കേൾക്കുമ്പോൾ ആരാണ് ഈ പേരൊക്കെ കണ്ടുപിടിച്ചതെന്ന ആശയക്കുഴപ്പം ഇനി വേണ്ട.